നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാം. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള, വളരെ സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള, വളരെ സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്ട്സോ സെപ്പറേഷനോ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടുള്ളത് പോലെ മറ്റൊരു വ്യക്തിയെയും നിങ്ങൾ ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് പോലും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. അത്രമേൽ ആഴത്തിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്ര സെപ്പറേഷൻ ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒരു യൂണിയനിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ സെപ്പറേഷനിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇല്യൂഷൻ ഉണ്ടാവുകയാണ്. ഇനി ഈ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരില്ലേ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുമോ എന്നെല്ലാമുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നും. എങ്കിലും അതെല്ലാം ഒരു ഇല്യൂഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പലർക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ പേഴ്സൺ നിങ്ങളെ ഒരു മാരീഡ് ലൈഫ്, നിങ്ങളിലൂടെ ഒരു മാരീഡ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത് അത്രമാത്രം ഡീപ്പായിട്ടുള്ളതാണ്. ആ സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത്, ആ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഈ സെപ്പറേഷൻ, അതായത് അത്രമാത്രം സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ സെപ്പറേഷൻ പോലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ഈ ഒരു സെപ്പറേഷൻ പീരീഡ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. കാരണം ഈ പേഴ്സൺ നിങ്ങളോട് വളരെ ആഴത്തിലുള്ളൊരു ഇൻഫാക്ച്വേഷനാണ്. ഓരോ നിമിഷവും അവർ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട്, നിങ്ങളുമായിട്ട് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി വളരെ ആഴത്തിൽ ഈ വ്യക്തി കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു സോൾമേറ്റ്, പലർക്കും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് തന്നെയാണ് ഓവറോൾ എനർജി നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജി ആണ് എന്നുള്ളതിൻ്റെ യൂണിവേഴ്സൽ സയൻസ് പലതും നിങ്ങൾ കാണുന്നുണ്ടാവാം. ദിസ് കുഡ് ബി ദ വൺ. ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുകയാണ്. മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത്രമാത്രം ഒരു ചേഞ്ചാണ് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ റിലേഷൻഷിപ്പിനെയും ഈ പേഴ്സണെയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഈ റീഡിങ്ങിലൂടെ വ്യക്തമാവുന്നത്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ബിയോണ്ട് ഇല്യൂഷൻ എന്നാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് പോലും ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും അത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള സോൾ കണക്ഷൻ കാണുന്നത്. അത്രമാത്രം നിങ്ങൾ ചിലപ്പോൾ ഡിവൈനായിട്ട് തന്നെ നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷനാണ്. ഓക്കെ, അത്രമാത്രം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ട്.
നിങ്ങൾക്ക് ഓരോ നിമിഷവും നിങ്ങൾ റിയലൈസ് ചെയ്യുകയാണ് എപ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷൻ ഉണ്ടായതോ ആ ഒരു സമയം മുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എനർജി എത്രമാത്രമാണ്, ഈ സോൾ കണക്ഷൻ എത്രമാത്രം ആഴമേറിയതാണ് എന്ന് നിങ്ങൾ ഓരോ നിമിഷവും റിയലൈസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഈ സോൾ ബോണ്ടിങ്ങിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു സൂൺ. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് ഒരു പ്രോമിസ് ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദെൻ ഐ ഫീൽ യുവർ പ്രസൻസ്. എപ്പോഴും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോലും എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നു. വിൽ യു വെയിറ്റ് ഫോർ മീ? ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമോ എന്നവർ ചോദിക്കുന്നു. ആൻഡ് ദെൻ ഐ വിഷ് ടു സർപ്രൈസ് യു. ഓക്കെ, നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഒരു ഗിഫ്റ്റ്, ചിലപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ മിസ് യു. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, ദെൻ വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഐ ഡോണ്ട് വിഷ് ടു ലോസ് യു. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ, ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഇപ്പോൾ അവർ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. ആ ഒരു പെയിൻ പോലും അവരിപ്പോൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു. ഐ ആം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. മേ ബി അവരുടെ ലൈഫിൽ ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തൊക്കെയെങ്കിലും റെസ്പോൺസിബിലിറ്റീസിലൂടെ അവർ ഒരുപാട് സ്റ്റക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുക, ട്രസ്റ്റ് ചെയ്യുക.